പൾസർ 150 നിയോൺ വണ്ടിയെടുത്ത കാസർഗോഡ് തളങ്കര സ്വദേശിക്ക് ലഭിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. വണ്ടിയെടുത്ത് ഒരു മാസം കഴിയും മുൻപ് തന്നെ വാഹനം പൂർണ്ണമായി തകരാറിലാവുകയും ഒരു രക്ഷയുമില്ലാതെ അധികൃതരെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയതുകൊണ്ടാണ് വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാണ്ട് പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്ന വണ്ടി ഒരിക്കലും സെയിൽ ചെയ്യാൻ പാടില്ല. ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോവാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. സുഹൃത്തുക്കൾക്കൊപ്പം അത്തരത്തിലൊരു ട്രിപ്പ് പോയതായിരുന്നു നിഹാൽ അസൈനാർ. പക്ഷേ വാഹനം ചതിക്കുമെന്ന കാര്യം ഓർത്തിട്ട് പോലും ഉണ്ടാകില്ല. ആദ്യഘട്ടങ്ങളിൽ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ വാഹനം തകരാറിലായപ്പോൾ പരിഹാരമെന്ന നിലയ്ക്ക് ഷോറൂമിനെ സമീപിച്ചപ്പോൾ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം കാസർഗോഡ് റാണിപുരത്തേക്ക് കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോയതാണ്. എന്നാൽ റാണിപുരത്തെ കാഴ്ചകൾ കാണാൻ നിഹാലിന് ഭാഗ്യമുണ്ടായില്ല എന്ന് വേണം പറയാൻ. അവിടെയും പൾസർ 150 നിയോൺ വാഹനം തകരാറിലാവുകയായിരുന്നു. ഒടുവിൽ ഒരുപാട് പേരുടെ പ്രയത്നത്തിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഷോറൂമിലെത്തിയ നിഹാൽ ഒന്ന് ഞെട്ടിപ്പോയി. തന്റെ വാഹനം നിർമ്മിക്കുമ്പോഴുണ്ടായ പിഴവാണ് ഇത്തരം തകരാറുകൾക്ക് കാരണമെന്നാണ് കാസർഗോഡ് സെയിൻ മോട്ടോഴ്സ് അധികൃതർ പറഞ്ഞത്. എന്നാൽ തന്റെ വണ്ടി മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ട നിഹാലിനോടുള്ള സമീപനം മറ്റൊരു രീതിയിലായിരുന്നു. വാഹനം മാറ്റിത്തരാൻ സാധിക്കില്ല എന്നും വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്തു തരാമെന്നുമായിരുന്നു അവരുടെ മറുപടി. ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ 89,000 രൂപയും ലോൺ വഴി എടുക്കുകയാണെങ്കിൽ 1,22,000 രൂപയും വില വരുന്ന ബൈക്കിന് ഇങ്ങനെയുള്ള തകരാറുകൾ സംഭവിക്കുമ്പോൾ ഷോറൂം അധികൃതരുടെ മറുപടി അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നിഹാൽ പറയുന്നത് ഇങ്ങനെ: എടുത്തിട്ട് 2-ാം ദിവസം വണ്ടിക്കുണ്ടായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയതുകൊണ്ടാണ് വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാണ്ട് പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്ന വണ്ടി ഒരിക്കലും സെയിൽ ചെയ്യാൻ പാടില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്ന വണ്ടി സെയിലായിട്ട് അത് ഉപയോഗിക്കുന്ന ആളെ മാനസികാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം. എന്നാൽ വണ്ടി എപ്പോഴും കംപ്ലയിൻ്റ് തന്നെയാണ്. ടൗണിലേക്ക് ബ്ലോക്കിലൂടെ പോകുമ്പോഴേക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ഓഫ് ആകുന്നുണ്ട്. അങ്ങനെ ഓഫ് ആകുമ്പോഴേക്ക് ടൗണിലേക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ തന്നെ ഭയങ്കര പേടിയാണ്. പുതിയ വണ്ടി സ്റ്റാർട്ട് ഓഫ് ആകുന്നുണ്ട്, ആൾക്കാർ നോക്കുന്നുണ്ട് പുതിയ വണ്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് ഈ വണ്ടിയുടെ ചാർജ്? വണ്ടി 89 വണ്ടിയുടെ പ്രൈസ്. 89. ബാക്കി ലോണാണ്. ആദ്യം 27,000 ഞാൻ പേ ചെയ്തത്. പിന്നെ കോടതിയിൽ പരാതിപ്പെട്ടു. അതെ, വണ്ടീൻ്റെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് സർവീസിന് അവസാനമായിട്ട് വെച്ചിട്ട് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് അവർ 1.5 ദിവസം വണ്ടി വെച്ച് എൻ്റെ 1.5 ദിവസത്തിന് ശേഷം ഉച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞ ശേഷം അവർ വൈകുന്നേരമായിട്ട് ഫോൺ വിളിക്കാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു അങ്ങോട്ടേക്ക്. അപ്പോൾ പറഞ്ഞ് അതില്ല, വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, വണ്ടീൻ്റെ എന്തോ സാധനം എത്താനുണ്ട്, അത് എത്താൻ ചിലപ്പോൾ നാളെ എത്തിയാലായി എന്നാണ് പറഞ്ഞത്. നിർമ്മാണത്തിലുള്ള പിഴവുകൾ പരിഹരിക്കേണ്ടത് ബജാജ് അധികൃതർ തന്നെയാണ്. 1 ലക്ഷത്തോളം രൂപ വരുന്ന വാഹനം ഉപഭോക്താക്കൾ വാങ്ങുന്നത് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ്. ഷോറൂം അധികൃതരുടെ ഇത്തരത്തിലുള്ള വീഴ്ചയ്ക്ക് നിയമപരമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് നിഹാൽ അസൈനാർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.